ഹലോ ഗൈസ്, ഒരുപാട് കാലത്തെ പ്ലാനിങ്ങിന് ശേഷം അങ്ങനെ ഫൈനലി നമ്മളൊരു ഗേൾസ് ട്രിപ്പ് പോവാണ്. അതും ഇൻ്റർനാഷണൽ ആണ്. ഞാൻ കൊച്ചിയിൽ നിന്ന് നേരെയും ചിന്നു ഓസ്ട്രേലിയയിൽ നേരെയും ബാലിക്ക് എത്തുന്ന പോലെയാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഇതാണ് എനിക്ക് കോലാലംപൂരിൽ നിന്ന് പോകാനുള്ള ഫ്ലൈറ്റ് കേട്ടോ. ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണേ. അങ്ങനെ ഫൈനലി വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഇനി നേരെ ബാലി. ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മീൽസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ലോങ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് മീൽസ് ഇല്ലാതെ നടക്കില്ല. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ബാലിയിലെത്തി. ഇതാണ് എൻ്റെ ചിന്നു. ഞങ്ങൾക്ക് കാണാനും ഒരുമിച്ച് ട്രിപ്പ് പോകാനും വേണ്ടിയിട്ടാണ് നമ്മളിത് പ്ലാൻ ചെയ്തത് തന്നെ. ഒരുപാട് കാലമായി ഞങ്ങൾ കണ്ടിട്ട്, ഏകദേശം 1 ഇയർ. അങ്ങനെ ഫസ്റ്റ് നമ്മൾ പോകാൻ പോണത് തനാലോ ടെമ്പിളിലേക്കാണ്. ഒരു ഈവനിങ് സൺസെറ്റ് സമയമൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത് കേട്ടോ. വളരെ അടിപൊളി സ്ട്രീറ്റും നല്ല വ്യൂവും നല്ല അടിപൊളി വൈബും ആയിരുന്നേ അവിടുത്തെ സ്ട്രീറ്റിനൊക്കെ. അവിടെ ദൂരെ കാണുന്നതാണ് തനാലോ ടെമ്പിൾ. ടെമ്പിളിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യുന്നില്ല, പക്ഷേ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ അവരുടെ ട്രഡീഷണൽ ഡാൻസൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് പോവാണ്. ഇനി നേരെ റൂമിലേക്ക്. അങ്ങനെ ചിന്നുവിൻ്റെയും എൻ്റെയും ഹണിമൂണാണെങ്കിൽ ബാലിയിൽ വന്നപ്പോഴുള്ള ഹണിമൂണാന്ന് വിചാരിച്ചിട്ട് കേക്കൊക്കെ തന്നതല്ലേ, അപ്പോൾ എന്തായാലും അത് മുറിച്ച് ഹണിമൂൺ അല്ലെങ്കിൽ പോലും നമ്മൾ തന്നെ അത് സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ. നമ്മളെല്ലാം സെലിബ്രേറ്റ് ചെയ്യണമെന്നല്ലേ ചെറിയ ചെറിയ കാര്യങ്ങൾ. സോ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഞങ്ങളതങ്ങനെ അങ്ങോട്ട് ഫണ്ണാക്കി കേട്ടോ. അങ്ങനെ ഡേ 2 രാവിലെ തന്നെ നമ്മൾ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇന്ന് നമുക്ക് നേരെ ബീച്ചിൽ പോയിട്ട് സ്കൂബ ഡൈവിങ്ങും പാരാഗ്ലൈഡിങ്ങും പിന്നെ ബനാന ബോട്ട് അങ്ങനെ കുറേ ആക്ടിവിറ്റീസാണ് ഉള്ളത്. അപ്പോൾ എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റും കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും ഡൈവിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. സോ ഇതൊക്കെയാണ് നമ്മൾ ചെയ്തത്. നമ്മൾ കുറേ എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ എനിക്ക് ഡൈവ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ കുറേ എഫേർട്ട് എടുത്തിട്ടും ഒക്കെ ആയിട്ടാണെങ്കിലും ഞാൻ എന്ത് ചെയ്തു, ഡൈവിങ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. എനിക്കൊരുപാട് നല്ല കോർ മെമ്മറി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഡൈവിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വിശപ്പായി. അങ്ങനെ നേരെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്ക് വണ്ടി വിടാൻ വേണ്ടിയിട്ട് ഡ്രൈവറോട് പറഞ്ഞു. അങ്ങനെ നല്ലൊരു മീലൊക്കെ കഴിച്ച് നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകണമായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ച് കുറച്ച് ക്ഷീണമൊക്കെ മാറ്റി നമ്മൾ നേരെ പോയത് മെലാസ്തി ബീച്ചിലേക്കാണ്. അങ്ങനെ ഇവിടെ കുറേ ടൈമൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. അതിനുശേഷം നമുക്ക് നേരെ പോകാനുള്ളത് മങ്കി ടെമ്പിളിലേക്കാണ്. നല്ല അഗ്രസീവായിട്ടുള്ള ഒരുപാട് മങ്കികളുള്ളൊരു ടെമ്പിളാണ് ഈ മങ്കി ടെമ്പിൾ. അവിടെ നമുക്കൊരു ഈവനിങ് സൺസെറ്റ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, ബഡ്ജറ്റ് ഹോളിഡേയ്സ്. സോ ഇനി നമ്മൾ നേരെ പോണത് മങ്കി ടെമ്പിളിലേക്കാണ്. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടോ. ഇവിടെ മങ്കി എന്ന് പറയുന്നത് ഭയങ്കര അറ്റാക്കിങ് മങ്കീസ് ഉള്ളൊരു സ്ഥലമാണ്. ഈവൻ എൻ്റെ ചെരുപ്പ് വരെ അവരെടുത്ത് കൊണ്ടുപോയിട്ട് ഒരു കണക്കിനാണ് ചെരുപ്പൊക്കെ തിരിച്ച് കിട്ടിയത്. ഈ ആളെ കയ്യിലിരിക്കുന്നത് നോക്കിയ ഒരാളുടെ കണ്ണടയാണ്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നത്. അത്രയും ഡേഞ്ചറസ് മങ്കീസാണ് അവിടെ ഉള്ളത്. പക്ഷേ അവിടുത്തെ വ്യൂവും ആ ടെമ്പിളും ഒന്നും പറയാതിരിക്കാൻ വയ്യ. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസും മറ്റേ ഹിസ്റ്റോറിക്കൽ ഇതിലൊക്കെ ഉള്ളതുപോലെ ഒരുപാട് സ്റ്റെപ്സും ഇവിടുത്തെ ആ ഒരു സൺസെറ്റും സീയും ഒക്കെ, ആ വ്യൂ ഒന്നും പറഞ്ഞ് നമുക്ക് അറിയിക്കാൻ പറ്റാത്ത അത്ര ബ്യൂട്ടിഫുള്ളാണ്. ലൈക്ക് എ മൂവി, നമ്മൾ കാണുന്ന മൂവിയിൽ കാണുന്നതൊക്കെ പോലെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഈവനിങ് ആയിരുന്നു നമുക്കവിടെ കിട്ടിയിരുന്നത്. അങ്ങനെ പകൽ സമയത്തെ കറക്കവും സ്ഥലം കാണലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈവനിങ് ഫ്രീ ആയപ്പോൾ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഏറ്റവും വലിയ ബീച്ച് ക്ലബ്ബ് ഫിൻസ് ബീച്ച് ക്ലബ്ബ് പോയാലോ എന്ന് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ നേരെ ഒരു ഗ്രാബൊക്കെ ബുക്ക് ചെയ്ത് നമ്മൾ ക്ലബിലേക്ക് പോയിട്ടോ. ഏകദേശം പരിപാടികളൊക്കെ നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അറൗണ്ട് ഒരു 9:30 ഒക്കെ ആകുമ്പോഴാണ് അവിടെ എത്തിയത്.
വൈബൊക്കെ കഴിഞ്ഞ് ഇനി നേരെ റൂമിലേക്ക് നല്ല ടയേർഡാണ്. ഹലോ, ഇത് ഡേ 3 ആണ്. ഇന്ന് നമ്മൾ നേരെ പോണത് ന്യൂസ പെനിറ്റ ഐലൻഡിലേക്കാണ്. രാവിലെ സ്പീഡ് ബോട്ടിൽ തന്നെ നമ്മൾ നേരെ ഐലൻഡിലെത്തി. ഇതാണ് നമ്മൾ ഇന്നത്തെ ടൂർ ഗൈഡ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ എത്തി. നമുക്കൊന്ന് കുറേ ബീച്ചസ് വിസിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഏർലി മോർണിംഗ് തന്നെ നമുക്ക് പോകേണ്ടി വന്നിരുന്നു കേട്ടോ. നമ്മളെ കൂടെ ഒരുപാട് വേറെ ഫോറിനേഴ്സും കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്ത ബീച്ച്. എന്തൊരു അടിപൊളിയെന്ന് അറിയോ, അവിടുത്തെ വാട്ടറും ആ സീൻ്റെ കളറൊക്കെ ഒന്ന് നോക്കിയേ. ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് ഏഞ്ചൽ ബില്ലാബോങ്, ക്രിസ്റ്റൽ ബേ, കെലിംഗിങ് ബീച്ച് ആൻഡ് ബ്രോക്കൺ ബീച്ച്. ഇത്രയും ബീച്ചസ് ആണേ. അങ്ങനെ ബീച്ച് വൈബൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ വിശന്നു, നമ്മൾ ഫുഡ് കഴിച്ചു. അവിടുത്തെ വെറൈറ്റി ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ വാങ്ങിയിട്ട് ചിന്നു ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമുക്കിതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ ബീച്ചിൽ നിന്ന് ഓരോ ബീച്ചിലേക്ക് പോകുന്നതുകൊണ്ട് സമയമേ ഇല്ലായിരുന്നു കേട്ടോ. ലാസ്റ്റ് നമ്മൾ കണ്ടത് ഏഞ്ചൽ ബില്ലാബോങ്ങും പിന്നെ ബ്രോക്കൺ ബീച്ചും ആണേ. അങ്ങനെ ഈ ബീച്ച് കഥകളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോകണം കേട്ടോ. പോണ വഴി ഒരു സൂപ്പർ മാർക്കറ്റ് കയറിയിട്ട് അന്ന് ഈവനിങ് കഴിക്കാൻ കുറച്ച് സ്നാക്സൊക്കെ നമ്മൾ വാങ്ങിച്ചു. അങ്ങനെ നേരെ നമ്മളെ ഉബൂദിലേക്കാണ് ഇനി പോകാൻ പോണത്. അവിടെ ഉള്ളൊരു ആംബഗൻ വില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു വില്ല റിസോർട്ടിലേക്കാണ് ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അതും പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത് നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. വളരെയധികം ക്ഷീണിച്ചിട്ടാണ് റൂമിലേക്ക് എത്തിയത്. അങ്ങനെ അവിടുത്തെ മാനേജറായിട്ടുള്ള കിവി എന്ന് പറഞ്ഞ ഈ കുട്ടിയാണ് നമുക്ക് റൂമൊക്കെ കാണിച്ചു തന്നത്. ഒരു റൂം ടൂർ തന്നെ തന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണ് ഈ റൂം ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തത്, ഈ ബെഡിൽ എന്താണ് ഇങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചതെന്നൊക്കെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമായിരുന്നേ. ഞങ്ങൾക്കും അതിനനുസരിച്ച് ഓരോരോ ഡൗട്ടും കാര്യങ്ങളും ആയിരുന്നു. എല്ലാം ഞങ്ങൾ അവളോട് ചോദിച്ച് ക്ലിയർ ചെയ്തു. പിന്നെ എവിടെ നോക്കിയാലും പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അങ്ങനെ അവളോട് സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല. ഹലോ, ദിസ് ഈസ് ഡേ 4. രാവിലെ തന്നെ എണീറ്റ് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മളിന്ന് ഇവിടെ നിന്ന് നേരത്തെ പോകണം കേട്ടോ. ഇന്ന് നമുക്ക് ഒരുപാട് സ്ഥലം കവർ ചെയ്യാനുണ്ട്. ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഡേ ഇന്നാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് നമ്മളെ ഡ്രൈവർ നോപ്പ ചന്ദ്ര. ബാലി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കേരളം പോലെ തന്നെ ഉള്ളൊരു സ്ഥലമാണെന്നാണ് കേട്ടോ. ഫുള്ള് പ്രകൃതി ഭംഗിയൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലം. ഇന്ന് നമ്മൾ നേരെ പോയത് ഹന്താര ഗേറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇവിടുത്തെ ഒരു ഐക്കോണിക് പ്ലേസ് ആണ്. അവിടെ ചെന്ന് ഒരുപാട് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ നേരെ വന്നു കേട്ടോ. നെക്സ്റ്റ് ഇനി പോയത് അവിടുത്തെ ഒരു ഫേമസ് വാട്ടർഫോൾ, അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടുള്ളൊരു വാട്ടർഫോൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ 400 സ്റ്റെപ്പ് അങ്ങോട്ടും 400 സ്റ്റെപ്പ് മേലോട്ടും ഉണ്ടായിരുന്നു. അതൊക്കെ കയറി ഇറങ്ങി വാട്ടർഫോളൊക്കെ ഞങ്ങൾ പോയി കണ്ടു. അങ്ങനെ ഫൈനലി വാട്ടർഫോൾ കണ്ടൊരു സന്തോഷം. അപ്പോഴേക്കും ഞങ്ങൾ ആകെ ക്ഷീണിച്ചിരുന്നു കേട്ടോ. വാട്ടർഫോളൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ പോയൊരു കഫേന്ന് നല്ല കോഫിയും ജ്യൂസൊക്കെ കുടിച്ച് ആ ഒരു വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് നമ്മളങ്ങനെ ഇരുന്നു കുറച്ച് നേരം. പിന്നെ നമ്മൾ നേരെ പോയത് റൈസ് ടെറസിലേക്കാണ്. റൈസ് ടെറസ് ഇവിടുത്തെ ഒരു ഫേമസ് സ്ഥലമാണ്. ബാലി സ്വിങ്ങും AKT റൈഡും അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ളൊരു സ്ഥലമാണ്. ഒരുപാട് ആഗ്രഹിച്ച ബാലി സ്വിങ് ഞാനും ഫൈനലി ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ. ബാലി വരാനുള്ളൊരു റീസണിലെ ഏറ്റവും വലിയ കാരണം ബാലി സ്വിങ് ട്രൈ ചെയ്യാന്നുള്ളത് കൂടിയാണ് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ നല്ല ഒതൻറ്റിക് ആയിട്ടുള്ള ഫുഡൊക്കെ നമ്മൾ കഴിച്ച് അവിടെ നിന്ന് നേരെ ഇറങ്ങി. ഇനി നമുക്ക് നേരെ പോകാനുള്ളത് ഉബൂദ് പാലസിലേക്കാണ്. ഇവിടുത്തെ ഒരു ഫേമസ് സ്ഥലമാണ് ഉബൂദ് പാലസ്. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു ഉബൂദ് പാലസ്. ഉബൂദ് പാലസിൻ്റെ തൊട്ടടുത്തായിട്ട് ഉബൂദ് ആർട്ട് മാർക്കറ്റും, അങ്ങനെ ഫുള്ളി ഒരു ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് ഈ ഉബൂദ്. ബാലിയിലെ ഫോറിനേഴ്സിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലേസസിൽ ഒന്നാണ്
ഈ തീർത്ഥ ആമ്പിൾ. ഇവിടെ വന്ന് ഈ വെള്ളത്തിൽ നമ്മൾ സ്നാനം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങളും ഇല്ലാതാവുന്നൊരു വിശ്വാസമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്രൗഡഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. നമ്മൾ ഏകദേശം ഈവനിങ് ഇത് ക്ലോസ് ചെയ്യാനുള്ളൊരു ടൈമിലാണ് ഇവിടെ എത്തിയത് കേട്ടോ. എന്നാലും നമ്മൾ ഒട്ടും സമയം കളയാതെ പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ കളക്ട് ചെയ്ത് ഡ്രസ്സൊക്കെ മാറ്റി ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങണം എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി എല്ലാം കഴിയുമ്പോഴേക്കും ഏകദേശം നൈറ്റ് ടൈം ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒട്ടും സമയം കളയാതെ നമ്മൾ നേരെ ഉബൂദിലേക്ക് പോയി. ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്ട്രീറ്റ് വ്യൂവും അവിടുത്തെ ബിസി നൈറ്റ് ലൈഫൊക്കെ കണ്ട് കുറച്ച് ഫുഡും നല്ല റിയൽ ഐസ്ക്രീംസൊക്കെ ട്രൈ ചെയ്ത് നമ്മളിങ്ങനെ നടന്നു കേട്ടോ. പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട് ഏകദേശം കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോയി കേട്ടോ. ഇന്ന് നമുക്കുള്ള ഫുഡ് നമുക്ക് റൂമിൽ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം പൂളിലൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ ഒരുപാട് സമയം റിലാക്സ് ചെയ്തു കേട്ടോ. നല്ല ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ഡേ തന്നെയായിരുന്നു ഇന്ന്. ഇതാണ് നമ്മൾ ലാസ്റ്റ് ഡേ ഇൻ ബാലി. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെല്ലെ ഇറങ്ങി. അങ്ങനെ കിച്ചണിലേക്ക് പോണ ഒരു വഴിയാണ് ഇത്. ആക്ച്വലി ഈ ഒരു റിസോർട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഫുള്ള് നല്ല ചെടികളും മരങ്ങളൊക്കെ ആയിട്ട് ഉള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റിസോർട്ടാണ് നമ്മൾ എടുത്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ നേരം കഥയൊക്കെ പറഞ്ഞു കേട്ടോ. ഒരുപാട് കാലത്തിന് ശേഷമായിരുന്നു ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഒരുപാട് കഥകൾ പറയാനുണ്ടായിരുന്നു. ഈ സമയം കൊണ്ട് ഞങ്ങളൊരു പിക്നിക് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്തിരുമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത്. അങ്ങനെ പെട്ടെന്ന് കുറേ സ്റ്റാഫൊക്കെ വന്ന് നമുക്ക് ആ ലോണിൽ ഫുള്ള് ഈ ഒരു പിക്നിക് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്ത് തന്നു കേട്ടോ അവർ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അവർ സെറ്റ് ചെയ്യുന്ന സമയത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് സമയമൊക്കെ അവിടെ എൻജോയ് ചെയ്തു കേട്ടോ. തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു സ്ട്രീം ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നമ്മൾ ഒരുപാട് സമയം അവിടെ എൻജോയ് ചെയ്തു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു അത്. അങ്ങനെ ഫൈനലി അവരെല്ലാം സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. എന്ത് ബ്യൂട്ടിഫുള്ളാന്ന് നോക്കിയേ. ഭയങ്കര എസ്തെറ്റിക് വൈബായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടയിൽ കണ്ടൊരു കാഴ്ചയാണ് ഇത്. ഒരു അപ്പൂപ്പൻ വന്നിട്ട് അവിടെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ പൂജിച്ച് അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ബാലിയിൽ ഒരു മെയിനായിട്ടുള്ളൊരു സംഭവമാണ് ഇവരെ പൂജാ കാര്യങ്ങൾ, ഇവരുടെ ട്രഡീഷൻ കാര്യങ്ങളൊക്കെ. അങ്ങനെ അയാൾ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഇനി നേരെ റൂമിലേക്ക് പോവാണ്. ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. നേരെ പെട്ടിയെടുക്കുക, പോവുക. എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആൾ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ. റൂമിലേക്ക് പോണ വഴി നമ്മളൊരു സ്റ്റാഫിനെ കണ്ടേ അവിടെ നിന്ന്. താങ്ക് യു. Kerala nice city, yeah, very clean, yeah. Yeah, I've been to Kerala, come here, yeah. How long stay in Bali totally? Thank you for coming. Stay in our place, yeah. Next time I have to come again. Yeah. Okay, enjoy there. ബൈ. അങ്ങനെ ഉബൂദിനോടും ബായ് പറഞ്ഞ് നമ്മൾ നേരെ ചെക്കൗട്ട് ചെയ്ത് പോവാണേ. അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളും പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് കുറച്ച് ബിൽ സെറ്റിൽമെൻറ്റും ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോയി കേട്ടോ. അങ്ങനെ ഇവിടെ എത്തി. എയർപോർട്ട് അത്യാവശ്യം നല്ല വലുതായിരുന്നു കേട്ടോ. ഒരുപാട് നടക്കാനും ഒരുപാട് കാണാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചിന്നുവിനോട് ബൈ ബൈ പറഞ്ഞ് ഞാൻ നേരെ എയർപോർട്ടിലേക്ക് ചെക്ക് ഇൻ ചെയ്തു കേട്ടോ. ചിന്നുവിൻ്റെ ഫ്ലൈറ്റ് കുറച്ചുകൂടി കഴിഞ്ഞിട്ടായിരുന്നു, ലേറ്റായിരുന്നു. സോ ഞാൻ ആദ്യം ഉള്ളിലേക്ക് കയറി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു എയർപോർട്ട്. ഫുള്ള് ഇങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്ത് ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്
ഉള്ളതായിരുന്നേ. അങ്ങനെ ഞാൻ കുറേ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് കറങ്ങി നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് ഒറ്റയ്ക്കുള്ള സമയം അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ നീണ്ട 4-5 ദിവസത്തിന് ശേഷം നേരെ കാലിക്കറ്റിലേക്ക് പോവാണ്. ഒരുപാട് ഓർമ്മകളായിട്ടാണ് പോണത്. സോ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ടിൽ ദെൻ ബൈ.